2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ജില്ലയാണ് പാലക്കാട്. പാലക്കാട് ജില്ലയിൽ അനുദിനം ട്രെൻഡുകൾ മാറുകയാണ്. അനുദിനം സ്ഥാനാർത്ഥികൾ മാറുകയാണ്. പാലക്കാടിൻ്റെ ലേറ്റസ്റ്റ് സർവേ 2026 പാലക്കാട് എന്ത് സംഭവിക്കും, ആര് വാഴും ആര് വീഴും എന്നതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് സർവേയാണ് പൊളിറ്റിക്സ് കേരള പുറത്ത് വിടുന്നത്. മുമ്പും പാലക്കാടിൻ്റെ സർവേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് സർവേയിൽ പലയിടത്തും സ്ഥാനാർത്ഥികൾ മാറുന്നു, പുതുമുഖങ്ങൾ കടന്നു വരുന്നു. പാലക്കാട് 2021 LDF കുതിച്ചു കയറിയ ജില്ലയാണ്. 12 നിയമസഭാ മണ്ഡലങ്ങളിൽ മണ്ണാർക്കാടും പാലക്കാടും ഒഴികെ 10 LDF വിജയിച്ചു. എന്നാൽ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ VK ശ്രീകണ്ഠൻ വലിയ ഭൂരിപക്ഷം നേടി MP ആയി ലോക്സഭയിലേക്ക് പോയി. VK ശ്രീകണ്ഠൻ തോൽപ്പിച്ചത് CPMൻ്റെ കരുത്തനായ വിജയരാഘവനെ. എന്തായാലും പാലക്കാട്ടെ മണ്ഡലങ്ങളിലൂടെ നമുക്ക് ഒന്നുകൂടി കടന്നു പോകാം. ഒറ്റപ്പാലം K പ്രേംകുമാറാണ് ഇവിടുത്തെ MLA. 2021 പ്രേംകുമാർ തോൽപ്പിച്ചത് ഡോക്ടർ P സരിനെ 15,153 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. സരിൻ ഇപ്പോൾ CPMൻ്റെ ഭാഗമാണ്. സരിൻ ഒറ്റപ്പാലത്ത് മത്സരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ഒറ്റപ്പാലം LDFന് തന്നെ. ഇനി ഷൊർണൂറാണ്. P മമ്മക്കുട്ടി 36,634 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഷൊർണൂർ LDFൻ്റെ ശുഭപ്രതീക്ഷയുള്ള മണ്ഡലമാണ്. P മമ്മക്കുട്ടി തന്നെയാണ് അടുത്തവണയും സ്ഥാനാർത്ഥി. അവിടെ LDF വിജയിക്കും. ഇനി തൃത്താലയാണ്. മന്ത്രി MP രാജേഷ് VT ബൽറാമിനെ 3016 വോട്ടുകൾക്ക് തോൽപ്പിച്ച തൃത്താല. പക്ഷേ തൃത്താലയിൽ VT ബൽറാം ഇപ്പോഴും സജീവമാണ്. കഴിഞ്ഞ തവണ VT ബൽറാമിനെ അട്ടിമറിയിലൂടെയാണ് MP രാജേഷ് പരാജയപ്പെടുത്തിയത്. ഇത്തവണ VT ബൽറാമിലൂടെ തന്നെ UDF തൃത്താല തിരിച്ചു പിടിക്കും എന്നതാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തൃത്താല UDFന്. ഇനി തരൂരാണ്. LDFൻ്റെ ഉറച്ച കോട്ടയായ തരൂർ. PP സുമേഷാണ് അവിടുത്തെ MLA. 24,351 വോട്ടിലാണ് കഴിഞ്ഞ തവണ PP സുമേഷ് ജയിച്ചത്. തരൂർ LDFിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇനി ചിറ്റൂരാണ്. മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂർ. 33,878 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് K കൃഷ്ണൻകുട്ടി LDFിന് വേണ്ടി സീറ്റ് നിലനിർത്തിയത്. കൃഷ്ണൻകുട്ടി അല്ലെങ്കിൽ വേറൊരു നേതാവ് ജനതാദളിന് നൽകിയിരിക്കുന്ന സീറ്റാണ് ചിറ്റൂർ. കൃഷ്ണൻകുട്ടി അല്ലാതെ വേറെ ഏത് നേതാവ് മത്സരിച്ചാലും ഭൂരിപക്ഷം കുറയുമെങ്കിലും LDFിനോടൊപ്പം ചിറ്റൂർ നിൽക്കും. ഇനി നെന്മാറയാണ്. LDFിൻ്റെ മറ്റൊരു തട്ടകം. K ബാബുവാണ് അവിടെ വിജയിച്ചത് 28,074 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. നെന്മാറ LDF നിലനിർത്തും. ഇനി പട്ടാമ്പിയാണ്. പട്ടാമ്പി മുഹമ്മദ് മൊഹ്സിൻ എന്ന യുവ നേതാവ് CPIക്ക് വേണ്ടി 2 പ്രാവശ്യം ജയിച്ച മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 17,974 വോട്ടിൻ്റെ ഭൂരിപക്ഷം മുഹമ്മദ് മൊഹ്സിന് കിട്ടി. ഇത്തവണ മുഹമ്മദ് മൊഹ്സിൻ മത്സരിക്കില്ല. പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് മുഹമ്മദ് മൊഹ്സിനെ മത്സരിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മൊഹ്സിൻ മത്സരിക്കാതിരുന്നാൽ മറ്റൊരു CPI സ്ഥാനാർത്ഥിക്ക് ഇവിടെ സ്കോപ്പ് കുറവാണ്. അതുകൊണ്ട് പട്ടാമ്പി UDF പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മുഹമ്മദ് മൊഹ്സിൻ ആണെങ്കിൽ പട്ടാമ്പി ഒരിക്കലും UDF പിടിച്ചെടുക്കില്ല. ഇനി ആലത്തൂരാണ്. അതും LDFിൻ്റെ ചുവന്ന കോട്ട തന്നെയാണ്. അവിടെ KD പ്രസേനനാണ് MLA. 34,118 വോട്ടിനാണ് KD പ്രസന്നൻ കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണയും അദ്ദേഹം തന്നെയാകും സ്ഥാനാർത്ഥി. ആലത്തൂർ ചുവന്ന കോട്ടയായി തന്നെ തുടരും. ഇനി മണ്ണാർക്കാടാണ്. മുസ്ലിം ലീഗിന് നൽകിയ സീറ്റാണ്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി M ഷംസുദ്ദീൻ 5,870 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. മണ്ണാർക്കാട് CPIയുടെ സീറ്റാണ്. CPIക്ക് CPM നൽകുന്ന സീറ്റാണ്. ഇത്തവണയും ഷംസുദ്ദീൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. ഷംസുദ്ദീൻ ജനകീയനാണ് മണ്ഡലത്തിൽ. UDF മണ്ഡലം നേടും.
ഇനി കോങ്ങാടാണ്. സംഭരണ മണ്ഡലമാണ് കോങ്ങാട്. അവിടെ കെ ശാന്തകുമാരി, CPMലെ കെ ശാന്തകുമാരി 22,219 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ്. കോങ്ങാട് LDF നിലനിർത്തും. ഇനി മലമ്പുഴയാണ്. വളരെ CPMൻ്റെ വലിയ നേതാക്കൾ EK നയനാർ, T ശിവദാസ മേനോൻ, BS അച്യുതാനന്ദൻ തുടങ്ങിയ വലിയ നേതാക്കൾ മത്സരിച്ച മണ്ഡലമാണ് മലമ്പുഴ. മലമ്പുഴയിൽ 2 തവണയായി 2ാം സ്ഥാനത്തേക്ക് വരുന്നത് BJP ആണ്. BJPക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് മലമ്പുഴ. കഴിഞ്ഞ തവണ K പ്രഭാകരൻ 25,734 വോട്ടിന് BJPയിലെ C കൃഷ്ണകുമാറിനെ പരാജയപ്പെടുത്തി. ഇത്തവണയും C കൃഷ്ണകുമാർ തന്നെ K പ്രഭാകരനെ എതിരിടാനെത്തും. എങ്കിലും മലമ്പുഴയുടെ പാരമ്പര്യം കാക്കും. LDF നേടും. ഇനി വിവാദ മണ്ഡലമായ പാലക്കാടാണ്. ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,884 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് പാലക്കാട്. ഇവിടെ CPMന് ശക്തി കുറവാണ്. CPM സ്ഥിരമായി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ചത് C കൃഷ്ണകുമാറാണ്. CPMന് വേണ്ടി കോൺഗ്രസിൽ നിന്നും CPMലേക്ക് ചേക്കേറിയ ഡോക്ടർ P സരിൻ മത്സരിച്ചു. സരിൻ 3ാം സ്ഥാനത്തേക്ക് പോയി. ഇക്കുറി അവിടെ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത് പ്രശാന്ത് ശിവനാണ്. പ്രശാന്ത് ശിവൻ ശക്തനായ BJP നേതാവാണ്. പാലക്കാട് യൂത്തിൻ്റെ ഒരു വികാരം തന്നെയാണ് പ്രശാന്ത് ശിവൻ മത്സരിക്കുമ്പോൾ പാലക്കാട് UDF സ്ഥാനാർത്ഥി ആരാണെന്നറിയില്ല. LDFന് വേണ്ടി ഡോക്ടർ P സരിൻ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം സരിൻ ഒറ്റപ്പാലത്തേക്ക് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFന് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്തേണ്ടി വരും. എന്തായാലും BJP സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. പ്രശാന്ത് ശിവനാണ് BJP സ്ഥാനാർത്ഥി. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ വിവാദമൊക്കെ ഉണ്ടെങ്കിലും പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് ഒരു നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കൂടെ പാലക്കാട് നിൽക്കും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. ഇങ്ങനെ വരുമ്പോൾ LDF 9 UDF 4 വിജയിക്കും. അതാണ് പാലക്കാടിൻ്റെ സർവേ പറയുന്നത്. LDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ: ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, കൊങ്ങാട്, മലമ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളാണ് LDF വിജയിക്കുന്നത്. UDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട്. ഈ 4 മണ്ഡലങ്ങളിൽ UDF വിജയിക്കും. ഇലക്ഷൻ ട്രെൻഡുകൾ ഇനിയും മാറി വരാൻ ഇനി 4 മാസമുണ്ട്. 4 മാസം കൊണ്ട് എന്തൊക്കെ അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്നറിയില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ LDF 9 സീറ്റിലും UDF 4 സീറ്റിലും വിജയിക്കും. പാലക്കാട് എക്കാലവും ചുവന്ന മണ്ണാണ്. പക്ഷേ പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലത്തിൽ CPMൻ്റെ സ്ഥാനം വളരെ പരിതാപകരവുമാണ്.